ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല ഹോട്ടൽ സ്റ്റൈലിലുള്ള മൊരിഞ്ഞ മസാല ദോശയാണ്. അതിനായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് പച്ചരിയും 2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് ഒരു 5 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായി വെക്കാം. അതിനോടൊപ്പം 1 ഗ്ലാസ് ഉഴുന്നും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് അതുകൂടെ നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. 3 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്നുള്ളതാണ് മസാല ദോശയുടെ കണക്ക്. അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ കിട്ടുന്നത്. ഇനി നമുക്കിത് രണ്ടും വെവ്വേറെ തന്നെ അരച്ചെടുക്കണം. ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം, ഒട്ടും തന്നെ തരികളില്ലാതെ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെയിം ജാറിൽ തന്നെ നമുക്ക് അരിയും അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ചോറിന് പകരം നമുക്ക് കുതിർത്ത അവിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരി നമുക്ക് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ടതില്ല. ചെറിയ ചെറിയ തരികളായിട്ടാണ് നമ്മൾ മസാല ദോശയ്ക്ക് അരച്ചെടുക്കുന്നത്. ഇനി ഇത് രണ്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓവർനൈറ്റ് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റിവെക്കാം. ഇപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ അരച്ച് വെച്ച മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് മാത്രം മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി മാവ് ഞാൻ ഉപ്പിടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എടുത്ത മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയ്ക്ക് ആവശ്യമായ മസാല കൂടി തയ്യാറാക്കിയെടുക്കണം. മസാല തയ്യാറാക്കാനായി ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം കടുക്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചത്, 1 പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം പെട്ടെന്ന് വഴണ്ട് വരാനായി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പം നമുക്കതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്. ഞാനത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ച് വളരെ സോഫ്റ്റായിട്ട് നല്ല തിന്നായിട്ട് വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സെൻട്രലിൽ നിന്ന് വേണം പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ദോശ ഒന്ന് ചെറുതായി കുക്കായി വരുമ്പം നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ മസാല ദോശ നല്ല ക്രിസ്പി ആവാനാണ് നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ്ക്ക് പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നെയ്യ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ എക്സസ് ആയിട്ടുള്ള മാവുണ്ടെങ്കിൽ അതുകൂടി നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ട് ഒരു ഈവനായിട്ട് കിട്ടും നമ്മുടെ ദോശ. ഇപ്പം നമ്മുടെ മസാല ദോശ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈലിലുള്ള അതേ ടെക്സ്ചറിലുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.